ഒരു ജനതയുടെ വളർച്ചയും പുരോഗതിയും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് NV അബ്ദുസ്സലാം മൗലവിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുവാൻ പ്രേരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കുക എന്നതാണ് മൗലവി ചെയ്ത ഏറ്റവും വലിയ സേവനം. ഖുർആൻ പാരായണം ചെയ്യുവാനും പ്രാർത്ഥനയ്ക്കും മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണത് എന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതിനാണ് അദ്ദേഹം അരീക്കോട്ട് ജമിയത്തുൽ മുജാഹിദീൻ ആരംഭിച്ചതും പിൽക്കാലത്ത് കേരള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചതും. തുടക്കക്കാരൻ എന്ന നിലയിൽ മൗലവിയുടെ വീക്ഷണങ്ങൾക്ക് അന്ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കേരളത്തിലെ ഉത്ബുദ്ധരായ വിദ്യാഭ്യാസമുള്ള മതബോധമുള്ള ആളുകൾ മൗലവിയെ സഹായിക്കുകയും ഈ പ്രസ്ഥാനത്തെ കേരളം മുഴുവനും വളർത്തിയെടുക്കുന്നതിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന നവോത്ഥാന സംരംഭങ്ങൾ, അതുപോലെ മുസ്ലിം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതെല്ലാം NV അബ്ദുസ്സലാം മൗലവിയോടും അരീക്കോട് അദ്ദേഹം ആരംഭിച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവിടെ നിന്നാണ് നാം തുടങ്ങിയത് എന്നറിഞ്ഞാൽ മാത്രമേ നാം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞകാല ചരിത്രമറിയാത്ത ഒരു സമൂഹത്തിനും മുന്നോട്ടുള്ള ഗതി നിശ്ചയിക്കുക സാധ്യമല്ല. വിദ്യാഭ്യാസവും സംസ്കാരവുമില്ലാതെ ജീവിച്ചു പോന്നിരുന്ന ഒരു സമൂഹത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് ഉയർത്തിയെടുത്തു എന്നത് അത് ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇന്ത്യയിൽ മത ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾ, ഈ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നായകനായിരുന്ന അബ്ദുസ്സലാം മൗലവിയുടെയും ജീവചരിത്രം പഠിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ചരിത്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിലയിൽ ഈ പ്രവർത്തനം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു പ്രവർത്തനമായി തീരും എന്നാണ് പ്രതീക്ഷ. ഒരിക്കലും ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങളും ജീവിതവും ചരിത്രവും സമൂഹത്തിൽ മറക്കാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ അറിയണം. ചരിത്രം രേഖപ്പെടുത്തണം, ചരിത്രം അടയാളപ്പെടുത്തണം, ചരിത്രം എന്നും ജീവനോടുകൂടി നിലനിൽക്കുകയും വേണം. അതിന് ഈ ചരിത്ര സമ്മേളനം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.